എവിടെയും വർഗീയ കലാപങ്ങളും അയോധ്യയിൽ ബാബരി മസ്ജിദ് പൊളിക്കുകയെന്ന ലക്ഷ്യത്തോടെ സംഘപരിവാരം തുടങ്ങിവെച്ച രഥയാത്രയും വഴി വർഗീയ അസ്വസ്ഥതയുടെ മാപ്പിനി അതിന്റെ തീവ്രതയിൽ എത്തി നിൽക്കെയാണ് മരവിച്ച മനസ്സോടെ ഹാഷിംപുരയിലെ കൂട്ടക്കൊല വാർത്തയും കേൾക്കുന്നത്. ഡൽഹിയിൽ നിന്ന് 60 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്താൽ ഹാഷിംപുര ഉൾപ്പെടുന്ന യുപിയിലെ മീററ്റിലെത്തി. ഒന്നാം സ്വാതന്ത്ര്യ സമരമായ ശിപായി ലഹള പൊട്ടിപ്പുറപ്പെട്ടതുൾപ്പെടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന നഗരമാണ് മീററ്റ്. 62% ഹിന്ദുക്കളും 34% മുസ്ലിംകളുമാണ് ഇവിടുത്തെ ജനസംഖ്യ. 1986 രാജീവ് ഗാന്ധി സർക്കാർ ബാബരി മസ്ജിദ് നിലനിന്ന ഭൂമിക്ക് സമീപം ഹിന്ദുക്കൾക്ക് പൂജ നടത്താൻ അനുവദിച്ചതോടെയാണ് മീററ്റിൽ വർഗീയത ഉരുണ്ടുകൂടിയത്. പൊട്ടിത്തെറിക്കാൻ കാരണം കാത്തുകിടക്കുകയായിരുന്ന ഹിന്ദുത്വ വർഗീയവാദികൾക്കിടയിലേക്കാണ് 1987 മെയ് 19 പ്രഭാത് കൗശിക് എന്ന RSS പ്രവർത്തകൻ വെടിയേറ്റ് മരിച്ച വാർത്തയെത്തിയത്. കത്തിപ്പടർന്ന കലാപം അടിച്ചമർത്താൻ അന്നത്തെ കോൺഗ്രസ് സർക്കാർ ചുമതലപ്പെടുത്തിയതാവട്ടെ PACയെ. മുസ്ലിംകളോട് എന്നും വിവേചനം കാണിച്ച ചരിത്രമുള്ള PAC ക്രൂരമായാണ് കലാപം നേരിട്ടത്. മീററ്റ് നഗരമധ്യത്തിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരമേ മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന ഹാഷിംപുരയിലേക്കുള്ളൂ. മീററ്റിന്റെ നിയന്ത്രണമേറ്റെടുത്ത PAC മുസ്ലിങ്ങൾക്കു നേരെ മുൻവൈര്യത്തോടെയും വർഗീയ മനസ്സോടെയും മുൻവിധിയോടെയുമാണ് നീങ്ങിയത്. പ്രഭാത് കൗശിക്കിന്റെ സഹോദരൻ മേജർ സതീഷ് ചന്ദ്ര കൗശിക് എന്ന സൈനിക ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് PAC ഹാഷിംപുരയിലെത്തിയത്. പ്രഭാത് കൗശിക്കിന്റെ ശവമടക്ക് കഴിഞ്ഞ് അടുത്ത ദിവസം വൈകിട്ട് തന്നെ PAC ഹാഷിംപുര വളഞ്ഞു. റമദാനിലെ അവസാന വെള്ളിയാഴ്ചയായിരുന്നു അന്ന്. നോമ്പ് തുറന്ന് വിശ്രമിക്കുകയായിരുന്ന കൗമാരപ്രായം പിന്നിട്ട മുഴുവൻ മുസ്ലിം ചെറുപ്പക്കാരെയും PAC വീടുകളിൽ നിന്നും വലിച്ചിറക്കി കൊണ്ടുപോയി. കുറ്റവാളികളെ പോലെ കൈ മുകളിലേക്ക് ഉയർത്തിയാണ് നോമ്പ് നോറ്റ് ക്ഷീണിച്ച എല്ലാവരെയും നടത്തിച്ചത്. സൺഡേ മെയിലിന്റെ ഫോട്ടോഗ്രാഫർ പകർത്തിയതാണ് ഇന്നും ഹാഷിംപുര എന്ന് ഗൂഗിളിൽ തിരയുമ്പോൾ ലഭിക്കുന്ന കൈകൾ ഉയർത്തി നടക്കുന്ന മുസ്ലിങ്ങളുടെ ദയനീയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. എല്ലാവരെയും ഹാഷിംപുരയിലെ പള്ളിക്കു മുന്നിൽ വരിവരിയായി നിർത്തി. 500-നും 600-നും ഇടക്കു വരുമായിരുന്നു അവർ. ഇതിൽ യുവാക്കളെ തെരഞ്ഞുപിടിച്ച് മർദ്ദിച്ച് ട്രക്കിൽ കയറ്റി. 20 പേർക്ക് കഷ്ടിച്ചു നിൽക്കാൻ കഴിയുന്ന ട്രക്കിൽ 50 പേരെ വരെ കുത്തി നിറച്ചാണ് പോലീസ് വാഹനം ഹാഷിംപുര വിട്ടത്. ഇവർക്ക് പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് പറഞ്ഞു തന്നത് ബുള്ളറ്റ് തറച്ച ശരീരത്തോടെ കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷപ്പെട്ട സുൽഫീഖർ നാസറാണ്. കൂട്ടക്കൊല നടക്കുമ്പോൾ ഹാഷിംപുര സ്ഥിതി ചെയ്യുന്ന ഗാസിയാബാദ് പോലീസ് സൂപ്രണ്ടായിരുന്ന വിഭൂതി നാരായൺ റായ് എഴുതിയ പുസ്തകത്തിൽ ഇതെല്ലാം മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണെന്നും പെൻഗ്വിൻ പ്രസിദ്ധീകരിച്ച ഹാഷിംപുര 22 മെയ് എന്ന റായിയുടെ പുസ്തകം പറയുന്നുണ്ട്. കൊല്ലാനായി തെരഞ്ഞെടുത്ത 40-45 യുവാക്കളെ PACയുടെ ട്രക്കിൽ കയറ്റി മക്കൻപൂർ ഗ്രാമത്തിലുള്ള കനാലിന് അരികെ കൊണ്ടുപോയി. ഓരോരുത്തരെയായി തോക്കിനിരയാക്കി കനാലിൽ തള്ളി. കൊലയാളികൾ ആരെന്ന് ആർക്കും അറിവില്ലായിരുന്നു. വരിവരിയായി നിർത്തിയതിൽ മൂന്നാമനായിരുന്നു സുൽഫീഖർ നാസർ. കൗമാരപ്രായം പിന്നിട്ട സുൽഫീഖറിന് തോളിലാണ് വെടിയേറ്റത്. തോളിലേറ്റ ബുള്ളറ്റ് ശരീരത്തിൽ തുളച്ച് പുറത്തുപോയി. മരിച്ചുവെന്ന് കരുതി PACക്കാർ സുൽഫീഖറിനെയും കനാലിലേക്ക് തള്ളിയിട്ടു. രക്തം വാർന്നൊഴുകിക്കൊണ്ടിരുന്നു. ഇരുഭാഗത്തും വയലുകളുള്ള മക്കൻപൂർ കനാലിൽ ഒഴുകിയ ചോരയിലൂടെ വേദന കടിച്ചമർത്തി നീന്തി ഒരുവിധം ഒഴിഞ്ഞ സ്ഥലത്തെത്തി രക്ഷപ്പെടുകയായിരുന്നു സുൽഫീഖർ. കനാലിനു സമീപത്തെ വീട്ടിലെത്തി പ്രാഥമിക ചികിത്സ ലഭ്യമാക്കി. സുൽഫീഖറിലൂടെയാണ് ദാരുണ സംഭവം പുറം ലോകമറിഞ്ഞത്. കൂട്ടക്കൊലയെപ്പോലെ തന്നെ അതിഭീകരമായിരുന്നു പോലീസും സംസ്ഥാനത്തെയും കേന്ദ്രത്തിലെയും മാറി മാറി വന്ന സർക്കാരുകളും കേസ് അട്ടിമറിക്കാനായി ചെയ്ത കളികൾ. 161 പേർ കൊല്ലപ്പെട്ടു എന്നാണ് അനൗദ്യോഗിക കണക്ക്. പോകുന്ന വഴിക്ക് വാഹനത്തിൽ വെച്ചു തന്നെ പോലീസ് വെടിവെപ്പ് ആരംഭിച്ചിരുന്നു. രക്തക്കറയുള്ള ട്രക്കുകളും മറ്റും തെളിവുകളായി ഹാജരാക്കപ്പെട്ടെങ്കിലും അതൊന്നും പ്രതികൾക്ക് ശിക്ഷ നൽകുന്നതിന് പര്യാപ്തമായില്ല. ഒടുവിൽ 2018 ഒക്ടോബറിലാണ് വിധി വന്നത്. മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുള്ള വിചാരണ കോടതി വിധി ചോദ്യം ചെയ്ത് അന്നത്തെ UP സർക്കാരും കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷപ്പെട്ട സുൽഫീഖർ നാസറും സമർപ്പിച്ച ഹർജി പരിഗണിച്ച്
കേസിൽ കുറ്റക്കാരെന്നു കണ്ടെത്തിയ 16 അർദ്ധ സൈനികർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. 31 വർഷത്തിനു ശേഷമാണ് ജഡ്ജിമാരായ എസ് മുരളീധരും വിനോദ് ഗോയലും അടങ്ങുന്ന ഡൽഹി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പറഞ്ഞത്. ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട നിരായുധരും നിസ്സംഗരുമായ 42 യുവാക്കളെയാണ് PSC കൊലപ്പെടുത്തിയതെന്നും 31 വർഷമായി ഇവരുടെ കുടുംബങ്ങൾ നീതിക്കു വേണ്ടി കാത്തിരിക്കുകയാണെന്നും നിരീക്ഷിച്ചാണ് ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചത്. വിചാരണയ്ക്കിടെ മുഖ്യപ്രതി സുരേന്ദ്രപാൽ സിംഗ് ഉൾപ്പെടെ 3 പേർ മരിച്ചിരുന്നു. ശേഷിക്കുന്നവരാവട്ടെ വാർദ്ധക്യവും പിന്നിട്ടിരിക്കുമ്പോഴാണ് ശിക്ഷിക്കപ്പെട്ടത്. 30 വർഷമായി കാണാനില്ല എന്ന് ഉത്തർപ്രദേശ് പോലീസ് ആവർത്തിച്ച് കോടതിയെ ബോധ്യപ്പെടുത്തുകയും ഇതേ തുടർന്ന് തെളിവില്ലാത്തതിനാൽ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ മുഴുവൻ പ്രതികളും രക്ഷപ്പെടുകയും ചെയ്ത കേസിന് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം വിചാരണ ഡൽഹിയിലേക്ക് മാറ്റിയതോടെയാണ് ജീവൻ വെച്ചത്.